സഹായിക്കുന്നത് പോലെ ചില മനുഷ്യന്മാര് ഔലിയാക്കന്മാരൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അതിന് എതിര് പറയാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ അവരുടെ കൂടെ തന്നെ ചില പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പറയുമെന്ന് എനിക്കറിയില്ല. കുഞ്ഞീദ് മദനിയുടെ കൂടെ ജീവിക്കുന്ന ഫൈസൽ എന്ന് പറയുന്ന കുറെ മുസ്ലിയാക്കന്മാർ ഒപ്പിട്ട് വന്ന അക്കൂട്ടത്തെ കൂടിയാ ഫൈസൽ എന്ന് പറയുന്നത്. അഭൗതികമായി അദൃശ്യമായി സഹായിക്കുവാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ അല്ലെന്ന് സമർത്ഥിക്കാൻ ചില മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നുണ്ട്, മലക്കുകളുടെ വിഷയം വെച്ചുകൊണ്ട് എന്ന് ഫൈസൽ പറയുന്നു. മുസ്ലിയാരുടെ വാദവും കേൾപ്പിക്കുന്നു. ഫൈസലിനെ ആദ്യം കാണാം, ശേഷം നെല്ലിക്കുതി ഇസ്മായിൽ മുസ്ലിയാരെ കാണാം, അതിനുശേഷം നമുക്ക് വേറെ ആളും കൂടി കാണാം. അപ്പൊ സൂചിപ്പിച്ചത് ഇവര് പറയുന്നത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നാണ്. ഭൗതികമെന്ന വ്യത്യാസമില്ല, അഭൗതികമെന്ന വ്യത്യാസമില്ല, ഏത് കാര്യവും ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് കഴിയുമെന്നാണ് ഇവര് പറയുന്നത്. പുളിക്കൽ മുഖാമുഖത്തിൽ വെച്ച് ഇവര് തന്നെ ശൈഖുൽ ഹദീസ് എന്ന് പരിചയപ്പെടുത്തുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഖുറാഫി പണ്ഡിതൻ, ഒരു കാരന്തൂരി പണ്ഡിതൻ, അദ്ദേഹം ഈ കാര്യം കൃത്യമായി പഠിപ്പിക്കുന്നു. ഒരു പക്ഷേ ഇവിടൊക്കെ വരുമ്പോ പറഞ്ഞു അത് അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ടാണ്, ഇവർക്കൊന്നും കഴിയൂല, അതങ്ങനെ അള്ളാഹ് കൊടുത്തതിന് പരിധിയുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ അവിടെ നിന്നപ്പോ പറഞ്ഞ എന്താണ്, എന്തും ഏതും ചെയ്യാൻ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദ് ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത്. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള് അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്താ, നേക്കുന്നതിന് ചെയ്യുന്ന സഹായമല്ലാത്തത്. മലക്കുകളുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവർ അഭൗതികമായി നമ്മളെ സഹായിക്കുമെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന സുന്നി മുസ്ലിയാക്കന്മാരോട് മറുപടി പറയാൻ പുതുപ്പറമ്പിലെ ഫൈസൽ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടാവുമെന്ന് അറിയില്ല. മാത്രല്ല മൊയിലാർ പറഞ്ഞപ്പോ മലക്കുകളുടെ സഹായം അഭൗതികമാണെന്നെങ്കിലും പറഞ്ഞു. എന്നാൽ സക്കരിയ സുലായി ഒന്നുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? മലക്കുകളുടെ സഹായം അഭൗതികമല്ല, അത് ഭൗതികമാണെന്നാണ്. അഭൗതികമല്ല, ഭൗതികമാണ്. സലാം സുലമി എന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുതിര കയറുവാനും വിവരമില്ലാത്തവനായി ചിത്രീകരിക്കുവാനും ശ്രമിച്ചുകൊണ്ട് കെ സക്കരിയ സുലായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൻ പാടുള്ളൂ. ഇയാൾക്ക് എന്താ അഭൗതികം എന്ന് തിരിഞ്ഞിട്ടില്ല, എന്താ മറഞ്ഞത് എന്താ ഗൈബ് എന്ന് ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതെന്നല്ല, കണ്ണ് കാണാത്ത ഒക്കെ മറഞ്ഞതാ, ഗൈബാണ്. പിശാചിനെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ പിശാച് നമുക്ക് വരുത്തുന്ന ഉപദ്രവം അഭൗതികമായ ഉപദ്രവമല്ല. ഇപ്പൊ മലക്കുകൾ നമുക്ക് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്, അത് അഭൗതികമായ സഹായമല്ല. മലക്കുകളുടെ സഹായങ്ങൾ അഭൗതികമല്ല എന്നാണ് ഇയാൾ സമർത്ഥിക്കുന്നത്. പിന്നെ എന്താണത്? ഭൗതികമാണല്ലേ? ഭൗതികമാണെങ്കിൽ നേർക്കുനേരെ ചോദിച്ചൂടെ? അബ്ദുറഹ്മാൻ സലഫി ആദ്യം പറഞ്ഞ എന്തായിരുന്നു? മലക്കേ എന്നെ മരിപ്പിക്കണേ, എന്നെ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ശിർക്ക്. അങ്ങനെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. ഇയാൾ പറയുന്നതോ ആ പ്രവർത്തനങ്ങൾ പോലും അഭൗതികമല്ല, ഭൗതികമാണ്. നാം മലക്കിനോട് നേരിട്ട് ചോദിച്ചൂടെ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം സഹായിക്കണം, സ്നേഹിക്കണം എന്നൊക്കെയാണ്, സഹകരിക്കണം എന്നൊക്കെയാണ്. അതെന്താ? അവനവൻ കൊടുത്ത കാര്യങ്ങൾ കൊണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ മനുഷ്യനും അവന്റെ കപ്പാസിറ്റി അനുസരിച്ചല്ലാതെ ഒരു നിർബന്ധം അല്ലാഹു കൊടുത്തിട്ടില്ല. അപ്പോ ഇങ്ങനെ ഭൗതികമാണ് വിഷയങ്ങളെങ്കിൽ ചോദിക്കാം. എന്റെ കീശയിൽ 10 രൂപ ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തൊരാൾക്ക് ചോദിക്കാൻ ഒരു വസ്തുവില്ല. എന്തുകൊണ്ട്? അത് ഉള്ളത് തന്നെയാണ്.
ഇത് നേർക്കുനേരെ ഭൗതികമാണ്. മലക്കുകളുടെ സഹായം പോലും ഭൗതികമാണ്, അഭൗതികമല്ല എന്ന് വാദിക്കുന്ന സക്കരിയ അവസാനം തിരുത്തി എന്താണെന്നറിയാമോ? എന്നാൽ മറഞ്ഞ വഴിയോട് തന്നെ അഭൗതികമായി തന്നെ ഇനി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ല, മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പഠിപ്പിച്ച വിഷയമാണത്. അഭൗതികമായി, അദൃശ്യമായി, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ശർറും ചെയ്യാൻ, സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസം. സക്കരിയ പറയുന്നതോ ആ വിശ്വാസവും തെറ്റാണ്. അത് സലാം സലമ പഠിപ്പിച്ചിരിക്കുന്ന ഒരബദ്ധമാണ്, നമ്മളെ കേട്ട് പ്രചരിപ്പിച്ചതാണ്. അതിന് ഇപ്പൊ നമ്മൾ ഖേദിക്കുന്നു, അള്ളാഹ് പുറത്തു തരട്ടെ എന്നാണ് അവർ പറഞ്ഞത്. കണ്ടോളൂ, ഇവരൊക്കെ പഠിപ്പിച്ചാണ് സ്ഥിതി. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവുന്നു. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. ഒരു മനുഷ്യന് അള്ളാഹ് പറഞ്ഞാണത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അവിടെ പകർത്തുന്നത് ഏറ്റവും നന്നായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയാണിത്. 8-10 കൊല്ലം തൗഹീദി പ്രബോധരംഗത്ത് നിറഞ്ഞു നിന്നൊരു മനുഷ്യൻ ആ തൗഹീദിനെ ചവിട്ടി മരിച്ച് ഷിർക്കിന്റെ പാളയത്തിലേക്ക് ചേക്കേറുവാൻ ശ്രമിക്കുന്നതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കണ്ടത്. ഇനി എങ്ങോട്ടാ പോക്ക്? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അഭൗതികമായി, അദൃശ്യമായി സഹായിക്കുവാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് അബ്ദുസ്സലാം സ്വലമി പഠിപ്പിച്ചിരിക്കുന്ന ഒരു അബദ്ധമാണോ? ഈ വാദമല്ലേ AP അബ്ദുൽ ഖാദർ മൗലവിക്കുള്ളത്? ഇപ്പൊ ഉണ്ടോ നിങ്ങൾ പറയണം, നേരത്തെ ഉണ്ട്. ഈ വാദമല്ലേ പിന്നെ TP അല്ലക്കോയ മദരിക്കുള്ളത്? ഈ വാദമല്ലേ PK അലി അദ്രസാഖ് മദരിക്കുള്ളത്? ഈ വാദമല്ലേ കുഞ്ഞീദ് മദരിക്കുള്ളത്? ഈ വാദമല്ലേ അപ്പുറത്തുള്ള തൗഹീദ് പ്രചരിപ്പിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കുമുള്ളത്? ഇപ്പോൾ മാറ്റമുണ്ടെങ്കിൽ പറയണം, ഇതുവരെ മാറ്റമുള്ളതായി അറിയില്ല. സക്കരിയ സലാഹി എവിടെ നിൽക്കുന്നു? അതുകൊണ്ടാണ് എക്സ്ട്രാ ക്യാമ്പയിനുകൾ, ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പ്, അത് വേറെ ആൾക്കാരുണ്ടാ. അതിപ്പോ തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് എല്ലാവർക്കും. കണ്ട വേഗം തിരിതേതാ ടീമെന്നല്ലേ, ആ തിരിയാവുന്നൊരു കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞല്ല. ഡോക്ടർ സുബൈർ പറഞ്ഞിട്ടുണ്ട്, മര്യാദക്ക് കുപ്പായും ഷർട്ടൊക്കെ ഇട്ട്, പാന്റൊക്കെ ധരിച്ച്, കുറച്ച് പെർഫ്യൂം ഒക്കെ ഉപയോഗിച്ച് ഒരാളിങ്ങനെ നടക്കുകയാണെങ്കിൽ കരുതിക്കോളി, അയാൾ വല്ല ജിന്നിനെയും പ്രേമിക്കുന്നുണ്ടാവും. കുടുങ്ങിനെ. അതുകൊണ്ട് താടിയും മുടിയും ജടകുത്തി വൃത്തികെട്ട കോലത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഇനി ഇസ്ലാമിന്റെ മക്കളാവുള്ളൂ. അത് തിരിച്ചറിയാനുള്ള എല്ലാ അടയാളങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഊപ്പര ജിന്നിന്റെ പ്രേമൊക്കെ ഞാൻ ഇട്ടുക. സമയം അനുവദിക്കണം. പക്ഷെ രാവിലെ മുതൽ ഇരിക്കുന്ന ടീമാണ് നിങ്ങൾ എത്രയാണ് ഇത് ഉപദ്രവിക്കാന്ന് പറയാൻ കഴിയില്ല. കാരണം അതിന് മാത്രമേ മുതലുണ്ട്. ശരി, അപ്പോ അഭൗതികമായ സഹായം അല്ലാത്തവർക്കും ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതോടുകൂടി തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പഠിപ്പിച്ചിരിക്കുന്ന തൗഹീദ് തകർത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ ഈ വിഭാഗം സുന്നികൾ പത്രകോളകളിലൂടെ ഇവരെ ക്ഷണിച്ചത് നമ്മൾ തമ്മിലുള്ള അടിസ്ഥാന തർക്കം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാകാം. ആ ചർച്ച നടക്കേണ്ടതിന് മറ്റു ചില ചർച്ചകൾ തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും. അതാണ് വേറെ ചില മെസ്സേജുകൾ. വിശദമാക്കാം പിന്നീട്, ഇപ്പല്ല. ശരി, എങ്ങനെയൊക്കെയാണ് ഇവരെ സഹായിക്കാം ഈ ജിന്നുകളെ, ശൈത്താന്മാര്? പല ഐറ്റം സഹായങ്ങളുണ്ട്. അതിലൊരു സഹായം എന്താ അറിയോ? ഇത് നന്ദി ടൗൺ ആണല്ലോ, ഇഷ്ടം പോലെ വാഹനം ഓടുന്ന ഏരിയ ആണ്. ഇടക്കിടക്ക് ആക്സിഡന്റ് ഉണ്ടാവും. ഗേറ്റ് അടക്കാൻ മറന്നാൽ ആക്സിഡന്റ് ഉണ്ടാവും. ചിലപ്പോ ഗേറ്റ് അടച്ചാലും ആക്സിഡന്റ് ഉണ്ടാവും. പലർക്കും ആക്സിഡന്റുകൾ ഇടക്കിടക്ക് കാണുന്ന സ്ഥലം. അതെന്താ പ്രശ്നം? ഇവിടെ ജിന്നുകൾ വല്ലാതെ വിളയാടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതങ്ങനെ പറയാൻ കാരണം, വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ജിന്നുകൾക്ക് കഴിയും. ഇയാളാ കൂടുതൽ വേറെ പടത്തരം കൂടി പറയണ്ട. എന്താ ഇയാളെ സ്ഥലത്തിന്റെ ശരിയാ പേരെന്താണെന്നറിയാമോ? പൊട്ടൻ മുറിന, പാലത്തുനിന്നല്ല. അപ്പൊ ഞാൻ ഏത് മുറിയാണെങ്കിലും സംഗതി പറയുന്നത് പൊട്ടത്തരാന്ന് മനസ്സിലാക്കാനാ പറയുന്നത്, കേട്ടാ മതി. മനസ്സിലായില്ലേ? ശംസുദ്ദീൻ പൊട്ടൻമുറിയുടെ വാദങ്ങൾ എന്തൊക്കെയാ? ഒരു വാദം, ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, അത്ര തന്നെ ചീത്തയുണ്ട്.
അപ്പോ ചീത്ത ജിന്നുകളും നല്ല ജിന്നുകളും 50-50 കറക്റ്റ്. ആരാ ചെങ്ങായിമാരെ നിങ്ങളത് പഠിപ്പിച്ചത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞ എന്താ? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നരകത്തിൽ ധാരാളം ജിന്നും മനുഷ്യനുണ്ടെന്നാ. രണ്ടിലും ഭൂരിപക്ഷം അവിടെയാന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞോ രണ്ടു ഭാഗത്തും കറക്റ്റാ, സ്വർഗത്തിലെത്തണം അത്ര നരകത്തിൽ. എന്നിട്ട് പറയുന്നത് എന്താ? അക്കൂട്ടത്തിൽ ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് കിട്ടിയാൽ നല്ലതാ, സുഹൃത്തായി കൊണ്ടിറക്കാം, സുബൈക്ക് വിളിച്ചുകൊടുത്തിക്കോളും. മാത്രല്ല വലിയ വലിയ ആക്സിഡന്റ് ഉണ്ടാകുമ്പോ നമ്മളെ തള്ളി മാറ്റി രക്ഷപ്പെടുത്തും. നോക്കാം, അതൊന്ന് കണ്ടു നോക്കൂ, ബാക്കി എന്റെ ശേഷം പറയാം. ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ഏതായാലും ഇപ്പൊ ജിന്നു വർഗത്തിന്റെ സഹായം മനസ്സിലായാലും ഒരു സഹായതാണ്. അപകടം ഉണ്ടാകുമ്പോ രക്ഷപ്പെടുത്തും. ഇപ്പൊ ഒരു ചെറിയ സംശയം, ഈ ജിന്നുകളെ കൂടുതൽ നല്ല ഇഷ്ടം പോലെ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഈ നല്ല ജിന്നുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പണിയാണ് ഇപ്പൊ എന്ത്? അപകടങ്ങൾ രക്ഷപ്പെടുത്തുക. ജിന്നുകൾ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് പറയപ്പെടുന്നു. എങ്കിൽ എത്ര വിമാന അപകടം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ജിന്നുകൾക്ക്? അവനാണ് ചെയ്യാൻ കഴിയുന്ന സംഗതി ചെയ്യാതിരുന്ന പടച്ചോ എന്തായാലും സൂക്ഷിക്കും, അത് ഉറപ്പാ. ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി ചെയ്യാതിരുന്നാൽ സൂക്ഷിക്കും. ഒരാൾ വീഴാൻ പോവാണ്, നമുക്ക് പിടിക്കാൻ കഴിയും, ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നമില്ല, എന്നാ മുന്നോട്ടെ എന്ന് കരുതി നോക്കി നിന്നാൽ ഇവൻ ശിക്ഷിക്കപ്പെടും. ഒരു കണ്ണുപൊട്ടലിങ്ങനെ നടന്നു പോകുന്നു, ആ പോക്ക് അങ്ങനെ പോയാൽ ആൾമറയില്ലാത്ത കിണറിലേക്ക് വീണു പോകും, നമുക്കറിയാം. എങ്കിൽ കണ്ണ് കാണുന്ന നമ്മൾ അയാളെ അവിടുന്ന് പിന്തിരിപ്പിക്കണം, വഴി മാറ്റി കൊടുക്കണം. അത് ചെയ്തില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജിന്നുകൾക്ക് ഇങ്ങനെ അപകടങ്ങൾ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന